Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോയിലെ ക്രെഡിറ്റ് സിസ്റ്റം എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഇഗ്നോയിലെ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് എത്ര സമയം പഠിക്കണം, എത്ര സബ്ജക്റ്റുകൾ എടുക്കണം, ഡിഗ്രി എങ്ങനെ പൂർത്തിയാക്കണം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂറിന്റെ പഠനമാണ്. അതായത് 1 credits equal to 30 hours of study. ഇതിൽ എന്തെല്ലാം ഉൾപ്പെടണം? സെൽഫ് സ്റ്റഡി, നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണല്ലോ, അപ്പോൾ സ്വയം പഠനം, ഓഡിയോ വീഡിയോ ലെക്ചേഴ്സ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അസൈൻമെന്റ് പ്രിപ്പറേഷൻ, റിവിഷൻ ആൻഡ് എക്സാം പ്രിപ്പറേഷൻ, ഇതൊക്കെ ഉൾപ്പെടെയാണ് ഒരു ക്രെഡിറ്റ്സിന് 30 മണിക്കൂർ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കോഴ്സിനും നിശ്ചിത ക്രെഡിറ്റ്സ് ഉണ്ടാവും. തിയറി സബ്ജക്റ്റുകളാണെങ്കിൽ 4 മുതൽ 6 ക്രെഡിറ്റ്സ് വരെയാണ് ഉണ്ടാവുക. പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 8 ക്രെഡിറ്റ്സ് വരെയാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് 4 ക്രെഡിറ്റ്സ് ഉള്ള ഒരു സബ്ജക്റ്റ് 120 മണിക്കൂറാണ് പഠനം ഉണ്ടായിരിക്കുക. അതായത് 4 ഗുണിക്കണം 30 ഹവേഴ്സ്. അപ്പോൾ 120 മണിക്കൂറാണ് 4 ക്രെഡിറ്റ്സ് കിട്ടാൻ നിങ്ങൾ 4 ക്രെഡിറ്റ്സിന്റെ ഒരു ബുക്കിന്റെ പഠനം. അപ്പോൾ ഒരു 6 ക്രെഡിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 180 ഹവേഴ്സ് ആണ് വരുന്നത്. ഓരോ ബുക്കിനും ഓരോ സബ്ജക്റ്റിനും മേ ബി യൂണിവേഴ്സിറ്റി നൽകുന്ന 4 ക്രെഡിറ്റ്സ് ടു 8 ക്രെഡിറ്റ്സ് വരെയാണ് ഓരോ സബ്ജക്റ്റിനും യൂണിവേഴ്സിറ്റി നൽകുന്നത്. അപ്പോൾ മിനിമം ഒരു പുസ്തകം 120 മണിക്കൂർ പഠിക്കണം. ആ പഠിക്കുമ്പോൾ എന്തെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? സാധാരണ ക്ലാസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അസൈൻമെന്റ് പ്രിപ്പറേഷൻ, റിവിഷൻ ആൻഡ് എക്സാം, ഇതൊക്കെ ഉൾപ്പെടെയാണ് എന്ത് വരുന്നത് 4 സബ്ജക്റ്റ് 120-180 മണിക്കൂറൊക്കെ പഠനം വരുന്നത്. ഡിഗ്രി നേടാൻ എത്ര ക്രെഡിറ്റ്സ് വേണം? അത് ഡിപ്പെൻഡ്സ് ഓൺ കോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു BCom F എന്ന് പറഞ്ഞിട്ട് 4 ഇയർ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 4 ഇയർ ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ 160 ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. MCom MA ഇംഗ്ലീഷും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 80 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. MA പ്രോഗ്രാംസിനൊക്കെ അത്ര ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. അപ്പോൾ എത്ര ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളെ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ, അതിന്റെ കൂടെ തന്നെ നിങ്ങളെ സബ്ജക്റ്റിന് നേരെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ കോഴ്സിനും ഇതിന്റെ എത്ര ക്രെഡിറ്റ്സ് ആണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുക എന്നുള്ളത് വ്യത്യസ്തമായിട്ട്. ക്രെഡിറ്റ്സ് എന്തിനാണ് പ്രധാനമായും ക്രെഡിറ്റ്സ് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിലോട് ഈ ഒരു സബ്ജക്റ്റിന് എത്രത്തോളം നമ്മൾ പഠിക്കണം, എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മോഡ് ആയതുകൊണ്ട് ഓരോ സെമസ്റ്ററിൽ ഏതെല്ലാം സബ്ജക്റ്റുകൾ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ടൈം ഡ്യൂറേഷന്, അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 ഇയർ അല്ലെങ്കിൽ 3 ഇയർ കൊണ്ട് അല്ലെങ്കിൽ 6 ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്സ് മാർക്കും അതുപോലെ ടേം ആൻഡ് എക്സാമിനേഷൻ മാർക്കും പാസ്സായാൽ മാത്രമേ ആ ഒരു കോഴ്സിനുള്ള ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അസൈൻമെന്റിന് പാസ്സായി, റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ ഫെയിൽ ആയിരുന്നുണ്ടെങ്കിൽ മുഴുവനും ആ ക്രെഡിറ്റ്സ് കിട്ടില്ല. രണ്ടും കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മുഴുവൻ കംപ്ലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ തിയറിക്കാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റും അതുപോലെ തിയറി എക്സാമും എഴുതിയാൽ മാത്രമേ ആ ഒരു മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ, ക്രെഡിറ്റ്സ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഈ ക്രെഡിറ്റ്സ് നമുക്ക് എവിടെയെല്ലാം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി വാലിഡേറ്റ് ചെയ്യാൻ ഈ ഒരു ക്രെഡിറ്റ്സ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഫസ്റ്റ്. ഇന്ത്യയിലെ എല്ലാ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് ഇതിൻ്റെ ക്രെഡിറ്റ്സ് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പിന്നീട് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പുതിയ ഈ ഒരു കോഴ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ലഭിച്ചിട്ടുള്ള മാർക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും എക്സാം എഴുതേണ്ട പുതിയ കോഴ്സിന് അതിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാം. റീജിയൻ സെൻറ്റർ വഴിയാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. വേറൊരു കോഴ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ സെയിം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് 2 കോഴ്സിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു ആദ്യത്തെ ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ക്രെഡിറ്റ്സ്, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, പുതിയ കോഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിങ് ഇതിൽ പോസിബിൾ ആവും. അതുപോലെ തന്നെ റീ അഡ്മിഷൻ, നമ്മളൊരു പ്രാവശ്യം നമ്മൾ അഡ്മിഷൻ എടുത്തു, അപ്പോൾ കംപ്ലീറ്റ് ചെയ്തില്ല, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഡ്രോപ്പായി വീണ്ടും പുതിയൊരു ഡിഗ്രി എടുക്കുകയാണ് ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പരീക്ഷ എഴുതി പാസ്സായ ഈ കോഴ്സുകളൊക്കെ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, അതിൻ്റെ ക്രെഡിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് കാനഡ, USA പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ, ജോലി ആവശ്യത്തിന് പോകുമ്പോൾ WES ഇവാലുവേഷൻ, വേൾഡ് എഡ്യൂക്കേഷൻ സർവീസിൽ എന്ത് ചെയ്യണം, അവിടുന്ന് അപ്രൂവൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടൊക്കെ ഈ ക്രെഡിറ്റ്സ് ഉപയോഗിക്കാൻ കഴിയും.
അതുപോലെ ഗവൺമെന്റ് എക്സാം ഡയറക്റ്റ് ആയിട്ട് ഇത് ക്രെഡിറ്റ്സ് ചോദിക്കില്ല, പക്ഷെ ഇത് എത്ര ക്രെഡിറ്റ്സിന്റെ കോഴ്സാണ് പഠിച്ചത് എന്നുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കും. അതുപോലെ ABC ID വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ ഡിജി ലോക്കർ ABCID സൂക്ഷിക്കുമ്പോൾ ഈ ഒരു ക്രെഡിറ്റ്സ് യൂസ് ചെയ്യും. അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് പിന്നീട് ഉപയോഗപ്പെടുത്തും. അപ്പൊ ഇതിൽ ക്രെഡിറ്റ്സ് മാത്രം ഒരു ഹയർ സ്റ്റഡീസിനായാലോ ജോബിനായാലോ ഏത് രംഗത്തും നമുക്ക് കിട്ടിയ ക്രെഡിറ്റ്സ് മാത്രമല്ല നോക്കുക, ആ ഒരു ഡിഗ്രിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്രെഡിറ്റ്സും, ഇത് രണ്ടും കൂടിയാണ് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൂഫാണ് നമ്മൾ എത്രത്തോളം ഈ ഒരു കോഴ്സിന് ഈ ഒരു പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിനാണ്. അതുപോലെ ക്രെഡിറ്റ്സ് എലോൺ നമുക്ക് എന്ത് ചെയ്യില്ല, അതിനൊരു വാല്യൂ ഇല്ല. പക്ഷേ ക്രെഡിറ്റ്സ് പ്ലസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുമ്പോഴാണ് ഇതിന് വാല്യൂ വരുന്നത്. ഇഗ്നോയിൽ ഓരോ കോഴ്സിനും ഓരോ ക്രെഡിറ്റ്സ് ആണ് നൽകപ്പെടുന്നത്. ഇപ്പോൾ MCOM അല്ലെങ്കിൽ ഒരു BA ഇംഗ്ലീഷ് സോഷ്യോളജി പറഞ്ഞിട്ടുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ 120 ക്രെഡിറ്റ്സ് ആണ് നൽകുന്നത്. 120 മുതൽ 132 ക്രെഡിറ്റ്സ് വരെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ MCOM, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി അങ്ങനത്തെ MA ആർട്സ് കോഴ്സുകൾക്കൊക്കെ 80 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. PG കോഴ്സുകൾക്കൊക്കെ 80 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ്സിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ നമ്മുടെ എഡ്യൂഫിക്സിന്റെ നമ്പറിലോ ചോദിക്കാം കേട്ടോ. താങ്ക് യു.